ഈശോ ലോകത്തെ രക്ഷിച്ചത് കുരിശുമരണത്തിലൂടെയാണ്. കുരിശുമരണത്തിലൂടെ രക്ഷിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിയോഗങ്ങൾ നടക്കണമെങ്കിൽ, നമ്മുടെ തലമുറ രക്ഷപ്പെടണമെങ്കിൽ, നമ്മുടെ മക്കൾ നല്ലവരാവണമെങ്കിൽ ഈ കുരിശിൻ്റെ വഴി മാത്രമേ ഉള്ളൂ. കുരിശിൻ്റെ വഴി മാത്രമേ ഉള്ളൂ. ഈശോ ലോകത്തെ രക്ഷിക്കാൻ ആ വഴി തിരഞ്ഞെടുത്തത് അതിലൂടെ മാത്രമേ രക്ഷ സാധ്യമാകുള്ളൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. അതിനാൽ ആ വഴി മാത്രമേ ഇന്ന് മനുഷ്യ മക്കൾക്ക് രക്ഷപ്പെടാനായിട്ട് തമ്പുരാൻ മുൻപിൽ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കുരിശുകളെ ഒഴിവാക്കാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. കുരിശെടുക്കാൻ നമ്മുടെ തലമുറേനെ പഠിപ്പിക്കണം. നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കണം. ചെറുപ്പത്തിലേ തുടങ്ങി പഠിപ്പിക്കണം. ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കാൻ, ഇഷ്ടമില്ലാത്ത ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ, അങ്ങനെ. കാരണം ഞാൻ സ്കൂളിലായതുകൊണ്ട് കുറേ കുട്ടികളുണ്ട്. കുറേ പേര് പച്ചക്കറി കഴിക്കുകയില്ല. അവർക്കത് ഇഷ്ടമില്ല. അമ്മമാരെന്തൊരു ഈസി ആയിട്ട് പറയണേ, അവർക്കത് ഇഷ്ടമില്ല എന്ന്. ചെറുപ്പത്തിൽ ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മളല്ലേ, കൊടുത്ത് പഠിപ്പിക്കേണ്ടത് നമ്മളല്ലേ. എന്നിട്ട് വലുതായിപ്പോൾ അവർക്കത് ഇഷ്ടമില്ല എന്ന് പറയാൻ യാതൊരു അവകാശവും. തമ്പുരാൻ വിചാരിക്കണ പോലെ മക്കളെ വളർത്താനുള്ള കടമ മാതാപിതാക്കൾക്കുണ്ട്. നിങ്ങൾക്ക് ആ കടമയുണ്ട്. ആ ഉത്തരവാദിത്വം ദൈവം തന്നിരിക്കുന്നത് വിവാഹ ബന്ധത്തിലൂടെ. അതുകൊണ്ട് ഇത് ഞാനൊരു എക്സാമ്പിൾ ചെറുതാ പറഞ്ഞു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ മക്കൾക്ക് അത് ഇഷ്ടമില്ല എന്ന് അങ്ങനെ പറയാൻ യാതൊരു അവകാശവും ഒരു പാരൻസിനും ഇല്ല. അവരുടെ ഇഷ്ടത്തിനല്ല നമ്മൾ അവരെ വളർത്തേണ്ടത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിരിക്കണം. ദൈവം എങ്ങനെയാണ് എൻ്റെ മകൻ എൻ്റെ മകൾ വളർന്നു വരണ്ടേ എന്ന് ആഗ്രഹിക്കുന്നുവോ ആ വഴി ഞാനാദ്യം തിരിച്ചറിയണം. ഓരോ മാതാവും പിതാവും തിരിച്ചറിയണം എൻ്റെ മകനോ മകളും ഏതു വഴിയാണ് പോകേണ്ടത്. ചെറുപ്പത്തിലേ കൊടുക്കണ വിത്താ വലുതാവുമ്പോൾ വളർന്ന് ഫലം ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ അവരുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം തമ്പുരാൻ ഏൽപ്പിച്ച് തന്നിരിക്കുന്നത്. തമ്പുരാൻ നിങ്ങളുടെ കയ്യിലാണ് ഏൽപ്പിച്ച് തന്നിരിക്കുന്നത്. അപ്പം അതുപോലെ തിരിച്ച് തമ്പുരാനെ ഏൽപ്പിക്കാനുള്ള കടമ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ട് കുരിശുകൾ എടുക്കാൻ, സഹനത്തിൻ്റെ വഴി സ്വീകരിക്കാൻ, ഇടുങ്ങിയ വഴിയിലൂടെയൊക്കെ നടക്കാൻ ചെറുപ്പത്തിലെ മക്കൾക്ക് ചൈതന്യം പകർന്നു കൊടുക്കുക. അത് പകർന്നു കൊടുത്തില്ലെങ്കിൽ ഇനിയത്തൊരു തലമുറയിൽ സഹനം എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്തൊരു മേഖലയായി മാറും. അപ്പം അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഈശോയെ വളർത്തിയ പോലെ നമ്മുടെയൊക്കെ മക്കളെ വളർത്താനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.